നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വല്യച്ചി ഈ ചെയ്യുന്നത് കുഞ്ഞേച്ചിയുടെ വാശിയുടെ മറുപടിയോ പ്രതികാരമോ ഒന്നുമല്ല, നമ്മളോടുള്ള കരുതലൊന്നു മാത്രമാണ്. കുഞ്ഞേച്ചി മുരളിച്ചേട്ടനും ഒരുമിക്കുന്നില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് കുഞ്ഞേച്ചിക്കാണ് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവുക. അതൊഴിവാക്കി കുഞ്ഞേച്ചിയുടെ ജീവിതം സേഫ് ആക്കാനുള്ള ത്യാഗമാണ് വല്യേച്ചിയുടെ ഈ കല്യാണമെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ, കൃഷ്ണൻ എന്നൊരാളെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു വല്യേച്ചി. ആ മനുഷ്യനെ പോലും മറന്നുകൊണ്ടുള്ള വല്യേച്ചിയുടെ ഈ കല്യാണവും നമുക്ക് വേണ്ടി തന്നെയാ, പ്രത്യേകിച്ചും കുഞ്ഞേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും വല്യേച്ചിക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കാതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. വല്യേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞേച്ചിയും മുരളിച്ചേട്ടനും ഒന്നിച്ച് ജീവിക്കുന്നത് കാണുക എന്നതാ. അത് നടക്കണം. കുഞ്ഞേച്ചി നേരത്തെ പറഞ്ഞ ആ വാക്ക് പാലിക്കണം. വേഗം ഒരുവാ, നമുക്ക് പ്രസാദേട്ടന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. ഈശ്വരാ, ഇത് വല്ല അലക്ക് കമ്പനിയിൽ പോയി ചെയ്തിരുന്നെങ്കിൽ ശമ്പളം വാങ്ങിച്ച് തന്നെ ഞാൻ രക്ഷപ്രഭുവായേനെ. ആ തലയിലെഴുത്തല്ലാതെ എന്ത് പറയാൻ. എന്റെ അമ്മേ, ഇതെന്താ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? നോക്ക്, ഈ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ മുറ്റത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. വാടാ ഇറങ്ങി, വേഗം വാ. ഏട്ടാ, സന്തോഷമായി ഞങ്ങൾക്ക്. ഇങ്ങനൊരു കാഴ്ച കാണാൻ എത്ര നാളെ ഞങ്ങൾ കൊതിക്കുന്നറിയോ? എന്തൊക്കെ സൂത്രപ്പണികളാ ചെയ്തതെന്നറിയോ? അതെ അതെ, ഇങ്ങനൊരു സൽക്കർമ്മം ചെയ്യാൻ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും തോന്നിയല്ലോ, വളരെ നല്ല കാര്യം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളും പങ്കെടുക്കുമായിരുന്നു. സാരമില്ല ഹരി, ആ ശുഭകർമ്മം ആഘോഷമായി തന്നെ നമുക്കൊന്നുകൂടി നടത്തിക്കളയാം. എല്ലാവരും കൂടി ചേർന്ന് ആർഭാടമായി തന്നെ. 1-2 ദിവസം കഴിഞ്ഞോട്ടെ. വാ, വന്ന കിടന്നു നിൽക്കണ്ട, അകത്തേക്ക് കയറാം. വാ എല്ലാരും. നിക്ക് എന്നാ ഒരു കാര്യം, ഒരു 100 തവണ അഞ്ജലി ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ പുതിയ റോളില് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചടങ്ങുകൾ നടത്തിയിട്ട് മതി അകത്തേക്ക് കയറലൊക്കെ. പുഷ്പൻ ചേട്ടൻ വന്നേ, നമുക്ക് ചെയ്യാൻ ചില പണികളുണ്ട് ഇവിടെ. അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രസാദേട്ടാ, ഞാൻ പറയാം. ഈ വീട്ടിൽ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഞാൻ എങ്ങനെയാണോ ഹരിക്കും മുരളിക്കും അച്ഛനാകുന്നത്, അതുപോലെ എന്റെ ഭാര്യയായ അഞ്ജലി ഇന്നു മുതൽ ആരതിക്കും ആരിക്കും അച്ചോട്ടനും മാത്രമല്ല ഹരിക്കും മുരളിക്കും കൂടി അമ്മയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓ, താങ്ക് യു പ്രസാദേട്ടാ. അപ്പോ ഈ വീട്ടിലെ പൗരജനങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി മുതൽ ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാൻ പറയുന്നത് വേണം എല്ലാവരും അനുസരിക്കാൻ. അതിന് ഞങ്ങൾ പണ്ടേ കഴിയില്ലേ. ഇന്നലത്തെ അഞ്ജലി ചേച്ചി ഇന്നിപ്പോ അഞ്ജലി ചേട്ടത്തിയായി. അതിന്റെ കൂടെ അമ്മ പട്ടം കൂടെ ചേർത്താ ഏട്ടത്തി അമ്മ. സൂപ്പർ. ശരി, എന്നാലേ മുരളി ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നിന്നെ കാണട്ടെ ഞാൻ. ശരി ഏട്ടത്തമ്മേ. ആരതി, ഇനി നീ മുരളിയുടെ ഇടതുവശത്ത് വന്ന് നിൽക്കണം. ഒന്ന് പോ.
അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇന്നിവിടെ ഗൃഹപ്രവേശം നടത്തുന്ന നവദമ്പതികൾ അഞ്ജലിയും പ്രസാദേട്ടനും മാത്രമല്ല, മുരളിയും ആരതിയും കൂടിയാണ്. അതെ. ഇന്നലെ വരെ ഇത് ഹരിയുടെയും മുരളിയുടെയും മുറിയായിരുന്നു. ഇനി ഇത് മുരളിയുടെയും ഭാര്യയുടെയും മുറിയായി. മോളുടെ ബാഗ് ഞാൻ അകത്ത് വെക്കാം. ഇവിടെ വേറെ മുറിയൊന്നുമില്ല ഇതല്ലാതെ. ആ, വേറെ മുറിയുണ്ട്. പക്ഷേ അത് അഞ്ജലിയുടെയും പ്രസാദിന്റെയും മുറിയാണ്. 2 couples 2 rooms. കപ്പിൾസ് ഇല്ലാത്ത ബാക്കിയുള്ള ഒറ്റയന്മാർക്ക് വരാന്ത, ഹാള്, ടെറസൊക്കെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഇവിടെ. വിചാരിക്കുമ്പോ എല്ലാരും കൂടി അയാളുടെ മുറിയിൽ തന്നെ തള്ളി വിടുകയാണല്ലോ. എങ്ങനെ അയാൾക്കൊപ്പം ഞാൻ ഈ മുറിയിൽ കഴിയും? ആശ്വാസം ജയിലിൽ കഴിയുകയായിരുന്നു. കണ്ണിന്റെ മുന്നിൽ ചെന്ന കടിച്ചു കയറാൻ നിൽക്കുന്ന ഇവരോടൊപ്പം ഒരേ മുറിയിൽ ഇവിടെ യുദ്ധം തന്നെ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയൊര സ്വപ്നങ്ങൾ ഉള്ളിൽ ഉള്ളിൽ പുത്തു തളർത്തോ ഉള്ളത് ചൊല്ലൂ നീ. കണ്ണോട് കണ്ണുടക്കി കഥ എഴുതുന്ന കവിതാക്കളുടെ കൺമുമ്പിൽ കട്ടുറമ്പാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ. ആ, കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളു പോയൊര സ്വപ്നങ്ങൾ. അതെ, പൂജയോ താലിയോ മാലയോ എന്തൊക്കെയോ വെച്ച് എന്തൊക്കെ അവകാശം സ്ഥാപിച്ചാലും ഇയാളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല കേട്ടോ. എന്റെ ശരീരത്തിൽ തൊടാൻ ഇയാളെ ഞാൻ അനുവദിക്കില്ല. അയ്യേ, അതിന് നിന്റെ ദേഹത്തോടെ ആര് വരുന്നു ഇവിടെ? ഒരു പിച്ചക്കാരൻ നിന്റെ ദേഹത്ത് തൊടാതിരിക്കാനാ ഞാൻ ആ താലി എടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടിയത്. പ്രസാദേട്ടനെ നിഷേധിക്കാൻ വയ്യാത്തോണ്ടാ അന്ന് പൂജയ്ക്ക് വന്നതും നിന്റെ കഴുത്തിൽ മാല ഇട്ടതും. അത് വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എതിർക്കാത്തതേ എന്റെ ഏട്ടനെ ഓർത്ത് മാത്രമായിരുന്നു. എന്റെ ഏട്ടൻ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനാവാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ നിന്റെ ഈ മേനിയഴക് കണ്ടിട്ടല്ല. മനസ്സിലായി മനസ്സിലായി. എന്റെ ഈ മേനിയഴക് കണ്ടാലും തനിക്കൊന്നും തോന്നില്ല. താൻ ഈ വീട്ടിലെ വിശ്വാമിത്ര മഹർഷിയാണല്ലോ. വിശ്വാമിത്രന് തോന്നിയാലും തൽക്കാലം എനിക്ക് തോന്നില്ലടി. അത്രയ്ക്കുണ്ട് നിന്റെ വായിന്ന് വരുന്ന വർത്തമാനം. മയക്കി കിടത്തി മാനം കെടുത്താൻ നിന്നവരിന്ന് മാനം വീണ്ടെടുത്ത് തന്നവനോട് തരിമ്പെങ്കിലും നന്ദി വേണോടി, നന്ദി. അതാണ് നിനക്കില്ലാത്തത്. സോറി, എനിക്ക് അതൊരല്പം കുറവാ. കടയിൽ കിട്ടുമെങ്കിലേ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നാ മതി, ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.